ഈ പ്രതിഷേധത്തിലോട്ട് വിഷയാവതരണം നടത്തുന്നതിനായി മണ്ഡലം കമ്മിറ്റി അംഗം അൻഷാദ് മാസ്റ്ററെ ഹാർദവപൂർവ്വം ക്ഷണിച്ചു. ഇത്രയും പ്രിയപ്പെട്ട കിഴക്കുമലത്തെ ജനാധിപത്യ മതേതരത്വ വിശ്വാസികളെ, ഇന്നിവിടെ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ SDPI തങ്ങളുടെ പ്രതിഷേധം അറിയിച്ചുകൊണ്ടുള്ള പ്രകടനമാണ് ഇവിടെ അവസാനിക്കുന്നത്. ഇവിടെ ഉദ്ഘാടനം നടത്തിക്കൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട വൈസ് പ്രസിഡന്റ് പറഞ്ഞതുപോലെ ഒരു രാഷ്ട്രീയ പാർട്ടി അല്ലെങ്കിൽ ഒരു പ്രാദേശിക രാഷ്ട്രീയ പാർട്ടി എന്നുകൂടി 2020 അഭിസംബോധന ചെയ്യാൻ എന്തായാലും SDPIക്ക് താല്പര്യമില്ല. ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് പകരം ഒരു അസംഘടിതമായ ഒരു അരാഷ്ട്രീയമായ ഒരു രാഷ്ട്രീയ പാർട്ടിയെന്നും അല്ലെങ്കിൽ രാഷ്ട്രീയത്തിന്റെ ജനാധിപത്യത്തെ മുഴുവനായ ജനാധിപത്യത്തിന് വേണ്ടിയും പാവങ്ങളുടെ വീക്ക്നെസ്സിൽ കയറി പതിച്ചുകൊണ്ട് പാവങ്ങളുടെ കുറവുകളെ കാട്ടിക്കൊടുത്തുകൊണ്ട് ആ കുറവുകളെ പൈസ കൊടുത്തുകൊണ്ട് ആ പൈസ വെച്ച് അധികാരത്തെ പിടിച്ചെടുത്തുകൊണ്ടുള്ള ഒരു പണാധിപത്യത്തിന്റെ രാഷ്ട്രീയ പാർട്ടിയാണ് കൊണ്ടിട്ടുള്ളത്. എന്നെക്കാളും വ്യക്തമായി ഈ നാട്ടിൽ കേൾക്കുന്ന എന്റെ ജനാധിപത്യ വിശ്വാസികൾക്ക് വ്യക്തമാണല്ലോ. 2010 മുതൽ ഈ പറയുന്ന സാബു ജേക്കബ് എന്ന് പറയുന്ന കോർപ്പറേറ്റീവ്, ഭീമനായ കോർപ്പറേറ്റീവിന് നേരെ അവന് കൂടെ ഉണ്ടായിരുന്ന കമ്പനികളിൽ നിന്ന് ഫോർമാൽഡിഹൈഡും കാർബൺ മോണോക്സൈഡും സൾഫേറ്റുകളും അടങ്ങിയിരിക്കുന്ന കെമിക്കൽ വസ്തുക്കൾ ഈ നാട്ടിലെ പാവപ്പെട്ടവരുടെ വീടുകളിലേക്കും കിണറുകളിലേക്കും അവർ ശ്വസിക്കുന്ന വായുവിലേക്കും ഒഴുകാൻ തുടങ്ങി. 2010 തൊട്ട് പാവപ്പെട്ട കുട്ടികൾ ക്യാൻസർ രോഗികളാകുന്നു, കിഡ്നി പേഷ്യന്റ് ആകുന്നു, ശ്വാസമുട്ടലുകൾ ഉണ്ടാകുന്നു. ഈ നാട്ടിലെ പലവിധ പാവപ്പെട്ട നാട്ടുകാർ പ്രതിഷേധത്തിന്റെ മുന്നിലേക്ക് കടന്നു വരുന്നു. 2010 തുടങ്ങിയ ചെറിയ ചെറിയ പ്രകടനങ്ങളും ചെറിയ ചെറിയ പ്രതിഷേധങ്ങളും അതുപോലെ തന്നെ പഞ്ചായത്തുകളിലേക്ക് ഈ പറയുന്ന സാബു എന്ന് പറയുന്ന നിങ്ങളുടെയൊക്കെ സാബു മുതലാളി ഉണ്ടല്ലോ, ഈ പറയുന്ന കോർപ്പറേറ്റ് സംവിധാനങ്ങൾക്കെതിരെ ചെറിയ ചെറിയ പരാതികൾ ചെന്നു തുടങ്ങി. ഈ പരാതികൾ ചെന്നു തുടങ്ങിയപ്പോൾ സാബു മുതലാളിക്ക് വ്യക്തമായി അറിയാം ഇനി പിടിച്ചു നിൽക്കാൻ കഴിയില്ല. കാരണം ഇത് കേരളമാണ്. ഈ കേരളത്തിൽ ഇനി പിടിച്ചു നിൽക്കണമെങ്കിൽ ഈ സംവിധാനത്തിന് മുകളിൽ ഒരു സംവിധാനം നടക്കണം. അതിനുവേണ്ടി പാവങ്ങളായ പരാതിക്കാരായ ആളുകളുടെ വീടുകളിലേക്ക് അവർ കിറ്റുമായി ആദ്യം കിറ്റുമായി എത്തി. ആ അരി ആഹാരം കഴിച്ചുകൊണ്ട് അവൻ കൊടുക്കുന്ന പഞ്ചസാരയും തേയിലയും കഴിച്ചുകൊണ്ട് പിറ്റേ ദിവസം ആ വീട്ടിലെ കുഞ്ഞുങ്ങളെയും കൊണ്ട് ആശുപത്രിയിലേക്ക് അവരുടെ അമ്മയ്ക്കും അച്ഛനും മാതാപിതാക്കൾക്കും പോകേണ്ടി വരുന്ന സാഹചര്യം പിന്നെയും ഉണ്ടായി. തങ്ങളുടെ കിറ്റുകളിൽ നിന്ന് ഒരിക്കലും ഈ സംവിധാനം മുന്നോട്ട് പോകില്ല എന്ന് മനസ്സിലായപ്പോൾ അവിടെ പൈസ കൊണ്ട് പണമെറിഞ്ഞുകൊണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടി അല്ലെങ്കിൽ ഒരു അരാഷ്ട്രീയ പാർട്ടി അല്ലെങ്കിൽ ഒരു സംഘടനാ സംവിധാനം അല്ലെങ്കിൽ ഒരു അസംഘടിത സംവിധാനം ഉണ്ടാക്കാം എന്ന് പറഞ്ഞുകൊണ്ട് 2015 രജിസ്ട്രേഷൻ പൂർത്തീകരിച്ച 2020 എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി ഈ 2015 ഈ രാഷ്ട്രീയ പാർട്ടി വന്ന അന്ന് മുതൽ തന്നെ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ SDPI ഈ നാട്ടിലെ ജനങ്ങളുടെ മുന്നിലേക്ക് പറഞ്ഞു, ഇത് ജനാധിപത്യത്തെ പണാധിപത്യത്തിലേക്ക് നയിക്കുന്ന ഒരു രാഷ്ട്രീയമാണ്. ഇതിന്റെ പിന്നിൽ രാഷ്ട്രീയ സ്വയം സേവക സംഘ് RSS അല്ലെങ്കിൽ BJP ഇതിന്റെ പിന്നിലുണ്ട് എന്ന് അന്ന് തൊട്ട് ഇന്ന് വരെ SDPI പറഞ്ഞു. അപ്പോൾ SDPIയെ ഭീകര ശക്തിയിലേക്ക് ഈ പറയുന്ന സാബുവാണ് മുന്നോട്ട് കൊണ്ടുവന്നത്. SDPI എന്ന് പറയുന്ന ഭീകര പ്രസ്ഥാനം ഞങ്ങൾക്കെതിരെ പറയുന്നത് അവർ തീവ്രവാദികളാണ്, അവർ ഭീകരവാദികളാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. പക്ഷേ എന്നെ കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ട കിഴക്കമ്പലത്തെ പ്രിയപ്പെട്ട നിവാസികളെ, ഇവൻ ഒഴുക്കിവിടുന്ന ഫാക്ടറിയിൽ നിന്നുള്ള മലിനജലങ്ങൾ, ഇവന്റെ ഫാക്ടറിയിൽ നിന്ന് മുകളിലേക്ക് പോകുന്ന വായു, ഒരിക്കു വായുവിന് പോലും വില കൊടുത്തു വാങ്ങേണ്ട അവസ്ഥയിലേക്ക് കിഴക്കമ്പലത്തെ ജനങ്ങൾ മുന്നോട്ട് പോകുന്നു എന്നറിഞ്ഞപ്പോൾ ഞങ്ങളുടെ SDPIയുടെ കർമ്മധീരരായ പ്രവർത്തകർ ഈ പറയുന്ന സാബുവിനെതിരെ രാഷ്ട്രീയപരമായ രീതിയിൽ സമരങ്ങളുമായി മുന്നോട്ടിറങ്ങി. ആ സമരമായി മുന്നോട്ടിറങ്ങിയപ്പോൾ ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ 20ഓളം കേസുകളുടെ പ്രതികളായി. ആ കേസുകൾ ഞങ്ങളുടെ വ്യക്തിലാഭത്തിന് വേണ്ടിയോ വ്യക്തി രാഷ്ട്രീയത്തിന് വേണ്ടി മാത്രമല്ല, ഈ പറയുന്ന കിഴക്കമ്പലത്തെ പാവപ്പെട്ട ജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിച്ചെടുക്കണമെന്നുള്ള ഒറ്റ ഒരു ഉദ്ദേശത്തിലാണ് ഞങ്ങൾ ഈ പറയുന്ന 20ഓളം കേസുകൾ, ഇന്നും ചില കേസുകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ അന്ന് തൊട്ട് ഇന്ന് വരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ഈ സാബു എന്ന് പറയുന്നവൻ ഒരു കാട്ടിലെ സിംഹമായി ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്.
ആ കഥ നമ്മളെല്ലാം കൊച്ചിലെ കേട്ടുകൊണ്ടിരിക്കുന്ന കഥയാണ്. ഒരു നാട്ടിലെ സിംഹത്തിന് വല്ലാണ്ട് ആഹാരം കഴിക്കാൻ ബുദ്ധിമുട്ടുള്ള സമയത്ത് ആ നാട്ടിലെ സിംഹം അതിന്റെ അസിസ്റ്റന്റായ കുരങ്ങനോട് പറഞ്ഞു, എന്റെ കുരങ്ങ, എനിക്ക് എവിടെയെന്നെങ്കിലും എവിടെന്നെങ്കിലും ഈ ആഹാരം കൂട്ടിക്കൊണ്ടുവന്നില്ലെങ്കിൽ നിന്നെ ഞാൻ കടിച്ചു കീറി തിന്നുമെന്ന്. ആ കുരങ്ങൻ ആഹാരം തേടി ചെന്നപ്പോൾ അവിടെ ഒരു കഴുത നിൽക്കുന്നത് കണ്ടു. ആ കഴുതയെടുത്ത് കുരങ്ങൻ പോയി പറഞ്ഞു, നമ്മുടെ മഹാരാജാവായ സിംഹം പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം ഇതാ രാജസ്ഥാനം മാറ്റി വെച്ചിരിക്കുന്നു, നിന്നെയൊക്കെ രാജാവാക്കാൻ പോകുന്നു. കഴുത, നീ രാജാവിന്റെ അടുക്കലേക്ക് വരണമെന്ന്. ആ കഴുത സിംഹത്തിന്റെ അടുക്കലേക്ക് വന്നു. സിംഹം ഉടനെ തന്നെ അവന്റെ ചെവികൾ കടിച്ചു പറിച്ചു നിന്നു. ഇത് കണ്ട് കഴുത തിരട്ടി ഓടി. അവന്റെ പിന്നിലേക്ക് പിന്നെയും കുരങ്ങൻ ഓടിക്കൊണ്ടിരിക്കുന്നു. ആ കുരങ്ങൻ പറഞ്ഞു, നീ എന്തിനാണ് ഓടുന്നത്? നിന്റെ ചെവി കടിച്ചു തിന്നത് നിനക്ക് രാജകീയമായ രീതിയിൽ നിനക്ക് ഇവിടെ തൊപ്പി വെച്ചു തരാം. അലങ്കാരപൂർണമായ രത്നങ്ങൾ കൊണ്ടുള്ള തൊപ്പി ഞങ്ങൾ വെച്ചു തരും. അതിനുവേണ്ടിയാണ് നിന്റെ ചെവി കടിച്ചു മുറിച്ചത്. രണ്ടാമത് പിന്നെയും പിടിച്ച ആ കഴുതയെ ആ കുരങ്ങൻ സിംഹത്തിന്റെ അടുത്തേക്ക് കൊണ്ടുപോകുമ്പോൾ പിന്നീട് അതിനെ വാല് പിടിച്ചു മുറിക്കുന്നു. പിന്നെയും കഴുത ഓടുന്നു. ആ കഴുതയുടെ പിന്നാലേക്ക് പിന്നെയും ഈ പറയുന്ന കുരങ്ങൻ പോയിട്ട് പറയുന്ന അവസരമുണ്ട്, നീ കഴുത ഓടണ്ട, നമ്മുടെ രാജാവ് നിന്റെ വാല് കടിച്ചു മുറിച്ചത് നിനക്ക് ഈ സിംഹാസനത്തിൽ ഇരിക്കുവാൻ വേണ്ടിയാണെന്ന്. പിന്നീടും ഈ കഴുതയെ കൂട്ടിക്കൊണ്ടുവന്നു. ആ കഴുതയെ സിംഹം തിന്നു കളയുന്ന അവസ്ഥയിലേക്കാണ് കൊണ്ടുപോയിരിക്കുന്നത്. ഇത് തന്നെയാണ് ഞാൻ അടങ്ങുന്ന ഈ പൊതുജനങ്ങളെ സാബു ജേക്കബ് എന്ന് പറയുന്നവൻ കഴുതകളാക്കിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സംവിധാനത്തിനെതിരെ നിങ്ങളിപ്പോൾ ശബ്ദിച്ചില്ലെങ്കിൽ ഇനി ഒരിക്കലും നമുക്ക് ശബ്ദിക്കാൻ കഴിയുകയില്ല എന്ന അവസ്ഥയിലേക്കാണ്. നമുക്കറിയാം, BJPയുടെ അധ്യക്ഷന്റെ കയ്യിൽ നിന്ന് അവർ കൈകൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങ് നോർത്ത് ഇന്ത്യയിലെ ഒറീസയിൽ ഒരു വൈദികന്റെ ക്രൈസ്തവ വൈദികന്റെ വായിലേക്ക് ചാണകവും ഗോമൂത്രവും തിരികെ വെക്കുന്ന RSS സംഘപരിവാര ഹിന്ദുത്വ തീവ്രവാദികളെ നാം കാണുകയുണ്ടായിരുന്നു. ജാർഖണ്ഡിന്റെ മണ്ണിലേക്ക് അവരുടെ വിശ്വാസങ്ങൾ അനുസരിച്ചും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കന്യാസ്ത്രീകളെ RSSന്റെ നേതൃത്വത്തിൽ പിടിച്ചു കൊണ്ടുപോയി ജയിലിലേക്ക് ഏകദേശം 10ഓളം ദിവസം റിമാൻഡിലേക്ക് കൊണ്ടുപോകുന്ന അവസ്ഥ നമ്മുടെ രാജ്യത്ത് സംജാതമായിരിക്കുകയാണ്. ഈ പറയുന്ന RSS പറയുന്ന ഞങ്ങളുടെ ശത്രുക്കളുടെ ലിസ്റ്റിലുള്ള മുസ്ലിങ്ങളും ക്രൈസ്തവരും കമ്മ്യൂണിസ്റ്റുകളും അവർ ശത്രുക്കളായി തന്നെ വെക്കുകയാണ്. പക്ഷേ സാബു ജേക്കബിന് അതൊന്നും പ്രശ്നമില്ല. സാബു ജേക്കബിന് വേണ്ട എന്താണ്? സാബുവിന് വേണ്ടത് തന്റെ താല്പര്യ കാര്യങ്ങൾക്ക് വേണ്ടി, തന്റെ കമ്പനികളെ മുന്നോട്ട് പോകുന്നതിന് വേണ്ടി സാബുവിന് UP-യിലും രാജസ്ഥാനിലും ഡൽഹിയിലുമൊക്കെ കമ്പനി തുടങ്ങണമെങ്കിൽ ഈ പറയുന്ന RSSനെ, ഈ പറയുന്ന BJP ഗവൺമെന്റിനെ സുഖിപ്പിച്ച് നിർത്തണം. അതിനുവേണ്ടി എന്റെ പ്രിയപ്പെട്ട കിഴക്കമ്പല നിവാസികളെ അവൻ ഒരു ചട്ടുകമാക്കി മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അവൻ മുന്നോട്ട് കൊണ്ടുപോകുന്ന അവസ്ഥയിൽ നിങ്ങൾ വീണുപോയാൽ നിങ്ങളുടെ മതത്തിന്റെ പേരിൽ, നിങ്ങളുടെ ജാതിയുടെ പേരിൽ RSSകാർ നിങ്ങളെ തിന്നുന്ന ഒരു ദിവസം അടിക്കുക തന്നെ ചെയ്യും. കാരണം ഈ പറയുന്ന രാഷ്ട്രീയ പാർട്ടി ഉണ്ടല്ലോ, ഇവന്റെ പ്രഖ്യാപനം അന്ന് തൊട്ട് തന്നെ ഈ പറയുന്ന SDPI ഞങ്ങൾ കൃത്യമായി പറഞ്ഞതാണ്, സാബു എന്ന് പറയുന്നത് ഒരു ക്രിസംഗിയാണ്. സാബു എന്ന് പറയുന്നവൻ ഈ പറയുന്ന 2020 എങ്ങോട്ടേക്കാണ് കൊണ്ടുപോകുന്നത്? RSSന്റെ മടയിലേക്ക്, BJPയുടെ തൊഴുത്തിലേക്ക് കൊണ്ടുകെട്ടുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുപോകുമെന്ന് കൃത്യമായി ഞങ്ങളുടെ പ്രവർത്തകർ നിങ്ങളുടെ മുന്നിലേക്ക് വന്ന് പറഞ്ഞതാണ്. അപ്പോഴൊന്നും നിങ്ങൾ കേട്ടില്ല. ഇപ്പോൾ ഞങ്ങൾ വ്യക്തമായി പറയുന്നു, എന്തുകൊണ്ടാണ് സാബു ജേക്കബ് ഈ പറയുന്ന തദ്ദേശ സ്വയംഭരണ ഇലക്ഷന് മുമ്പ് ഈ പറയുന്ന NDA സഖ്യത്തോടൊപ്പം ചേരാനത്? സാബുവിന് കൃത്യമായിട്ടറിയാം, അങ്ങനെ എന്നാണ് NDA സഖ്യത്തോടൊപ്പം ചേർന്നാൽ താൻ പിടിച്ചിരിക്കുന്ന 4 പഞ്ചായത്തിൽ നിന്ന് ഒരു പഞ്ചായത്ത് കൂടിയല്ല, ഒരു സീറ്റ് കൂടി തനിക്ക് ലഭിക്കില്ല എന്ന വ്യക്തമായ ബോധ്യം സാബുവിനുണ്ട്. അതുകൊണ്ടാണ് സാബു കൃത്യമായ രീതിയിൽ തദ്ദേശ സ്വയംഭരണ ഇലക്ഷന് ശേഷം അവൻ പ്രഖ്യാപിച്ചത്, ഞങ്ങളിതാ NDAയുടെ കൂടെ പോകുന്നു. ഇപ്പോൾ സാബുവിന്റെ ആളുകളും പറയുന്ന ഒരു കാര്യമുണ്ട്. സാബു പറയുന്നു, ഇപ്പോൾ 2020-ൽ നിന്ന് രാജിവെക്കുന്നവരെല്ലാം തീവ്രവാദികളാണ്, രാജ്യവിരുദ്ധരാണ്, മതഭീകരരാണ്. എടോ സാബു, നിന്നോട് ചോദിക്കാനുള്ളത്, നിന്റെ പിന്നാലെ അല്ലെങ്കിൽ നിന്റെ പിന്നിൽ നഷ്ടലുണ്ടെങ്കിൽ, നീയാണെങ്കിൽ ഈ പറയുന്ന 2020-യുടെ ജനാധിപത്യ ബോധ്യമുള്ള നാട്ടുകാർ നിനക്ക് വേണ്ടി തന്ന വോട്ടുകളുണ്ടല്ലോ, നീയാണെങ്കിൽ നിന്റെ രാഷ്ട്രീയ പാർട്ടിയിൽ മെമ്പറായിരിക്കുന്നവരോട് രാജിവെച്ചിട്ട് ഇലക്ഷനെ നേരിടാൻ പറയടോ. ഞങ്ങൾ വ്യക്തമായി കാണിച്ചു തരാം. കാരണം കിഴക്കമ്പലം തൊട്ടുള്ള പ്രദേശങ്ങളിലുള്ള ജനാധിപത്യ സാഹോദര്യ ബോധമുള്ള എന്റെ പ്രിയപ്പെട്ട ജനങ്ങൾ നിന്നെ തോപ്പിക്കുക മാത്രമല്ല, ഈ പറയുന്ന കിഴക്കമ്പലത്തിൽ നിന്ന് ചാണകം കൊണ്ട് തളിച്ചുകൊണ്ട് നിന്റെ കമ്പനിയെയും ഈ നാട്ടിൽ രാസമാലിന്യം ഇറക്കുന്ന നിന്റെ സംവിധാനങ്ങളെയും അടിച്ചു തകർക്കുന്ന ദിവസങ്ങൾ ഇനി വിരലിലെണ്ണാവുന്ന ദിവസങ്ങൾ തന്നെയാകും. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട കിഴക്കമ്പല
പ്രദേശത്തുള്ള പ്രിയപ്പെട്ടവരെ, ഇവൻ ഇനിയും ഒരുപാട് കിറ്റുകളും ഒരുപാട് ജനാധിപത്യ ബോധങ്ങളും ഒക്കെ പറഞ്ഞുകൊണ്ട് നന്നായിട്ടുള്ള ഗോൾഡൻ കടലുള്ള പേപ്പറിൽ പൊതി നിങ്ങളുടെ കൈകളിലേക്ക് എത്തിക്കും. ഇവനെന്ന് പറയുന്ന വഞ്ചകൻ, ഇവനെന്ന് പറയുന്ന ചതിയൻ 40 കാശിന് യൂദാസ് യേശു ക്രിസ്തുവിനെ ഒറ്റിക്കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്റെ 100ഓളം വരുന്ന 500ഓളം വരുന്ന കമ്പനികൾക്ക് വേണ്ടി ഈ പറയുന്ന സാബു ജേക്കബ് നിങ്ങളെ ഒറ്റിക്കൊടുത്തിരിക്കുകയാണ്. 40 വെള്ളിക്കാശാണ് കൊടുത്തെങ്കിൽ 400ഓളം വരുന്ന കമ്പനിക്ക് വേണ്ടി സാബു ജേക്കബ് ഈ പറയുന്ന എന്റെ പ്രിയപ്പെട്ട കിഴക്കമ്പല നിവാസികളെ, എന്റെ ജനാധിപത്യ വിശ്വാസികളെ നിങ്ങളെ വിറ്റുകൊണ്ടിരിക്കുകയാണ്. ഈ വിൽപ്പന തുടരാൻ നിങ്ങൾ സമ്മതിക്കരുത്. ഈ പറയുന്ന സാബു ജേക്കബിനെ നിങ്ങൾ ഈ പറയുന്ന വഴിയിൽ തടഞ്ഞു നിർത്തി ചോദിക്കുക, നീ എന്ന് പറയുന്ന വർഗീയ വിഷം നിനക്കെന്ത് ജനാധിപത്യ ബോധമാണോ ഉള്ളത്? നിനക്കെന്ത് വികസന കാഴ്ചപ്പാടാണോ ഉള്ളത്? നീ എന്ന് പറയുന്ന സംവിധാനം ഞങ്ങളെയും ഞങ്ങളുടെ ജനതയും ഞങ്ങളുടെ കുടുംബങ്ങളുടെയും ഞങ്ങളെ ഇനി വരാൻ പോകുന്ന തലമുറയും ചതിക്കുകയല്ലോ എന്ന് ചോദിക്കുന്ന ഒരവസരം സംജാതമാകുന്ന അന്ന് മാത്രമേ കിഴക്കമ്പലത്തെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് ഈ പറയുന്നവരിൽ നിന്ന് ഒരു മോചനം ഉണ്ടാവുകയുള്ളൂ. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും 2020 പ്രവർത്തകർ മാനസികമായി ഈ പറയുന്ന RSS BJP എന്ന് പറയുന്ന സംവിധാനത്തിലേക്ക് 2020 ലയിച്ചുകൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ നിങ്ങൾക്ക് എല്ലാവിധ പിന്തുണയും ഞങ്ങൾ നിങ്ങൾക്ക് തരുന്നതാണ്. നിങ്ങൾക്ക് എന്നാലും നിങ്ങളുടെ ഈ നശിച്ച വർഗീയ കോമാരങ്ങൾക്ക് മുമ്പിലുള്ള രാഷ്ട്രീയപരമായ എല്ലാ ആദർശങ്ങളും വിട്ടുകൊണ്ട് നിങ്ങൾക്ക് വരണമെങ്കിൽ നിങ്ങളുടെ സ്ഥാനമാനങ്ങൾ രാജിവെച്ചുകൊണ്ട് നിങ്ങൾക്ക് ജനാധിപത്യമായ നിയമപരമായ എല്ലാവിധ സംരക്ഷണവും നൽകി സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ നിങ്ങളെ ഇരു കൈകളും സ്വീകരിച്ചുകൊണ്ട് ഞങ്ങൾ സ്വീകരിക്കുമെന്ന് ഇവിടെ ഞങ്ങൾ പ്രഖ്യാപിക്കുകയാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ട കിഴക്കമ്പലത്തെ, എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, നിങ്ങളിൽ ആർക്കെങ്കിലും ജനാധിപത്യ ബോധം ഇനിയുമുണ്ടെങ്കിൽ, ജനാധിപത്യത്തിന്റെ അടിസ്ഥാന തലത്തിലേക്ക് നിൽക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന സാബു ജേക്കബിൽ നിന്ന് നിങ്ങൾക്ക് കടന്നു വരാം. ഞങ്ങളുടെ ഹൃദയങ്ങൾ തുറന്നുകൊണ്ട് നിങ്ങളെ സ്വീകരിക്കുക തന്നെ ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്, ജയ് ഡെമോക്രസി. ഈ പ്രതിഷേധത്തിന് നന്ദി അറിയിക്കുന്നതിന് വേണ്ടി കിഴക്കമ്പലം പഞ്ചായത്ത് കമ്മിറ്റിയുടെ പ്രസിഡന്റ് അനീഷിനെ ആദരവ്. ഈ പ്രതിഷേധ പ്രകടനം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച പാർട്ടിയുടെ കുന്നക്കുനാട് മണ്ഡലം കമ്മിറ്റി അംഗം അൻഷാദ് മാസ്റ്റർക്ക് ആദ്യമായി നന്ദി അറിയിക്കുന്നു. ഈ പ്രതിഷേധ പ്രകടനത്തിന് എത്തിച്ചേർന്ന പാർട്ടിയുടെ മുഴുവൻ പ്രവർത്തകർക്കും ഈ നാട്ടിലെ മുഴുവൻ ജനാധിപത്യ വിശ്വാസികൾക്കും 1000 നന്ദികൾ അർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ഈ പ്രതിഷേധ പ്രകടനം ഇവിടെ അവസാനിച്ചതായി പ്രഖ്യാപിക്കുന്നു.